അബുദാബിയിൽ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. ഒരു കുടുംബത്തിലെ 3 കുട്ടികളും വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീയുമാണ് മരിച്ചത്. മലപ്പുറം തൃപ്പനച്ചി സ്വദേശി അബ്ദുൾ ലത്തീഫിന്റെയും റുക്സാഗ്നയുടെയും മക്കളായ അഷസ്, അമ്മാർ, ആയസ് എന്നിവരും മലപ്പുറം ചമ്പ്രവട്ടം സ്വദേശി മുഷറയുമാണ് മരിച്ചത്. ഇവരുടെ മാതാപിതാക്കൾക്ക് പരിക്കേറ്റ് ചികിത്സയിലാണ്. അക്ഷയ് പേരാവൂർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അക്ഷയ്, എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്? എവിടെ വെച്ചായിരുന്നു അപകടം? 14 വയസ്സുള്ള അഷസ്, അതുപോലെ തന്നെ 12 വയസ്സുള്ള അമ്മാർ, 5 വയസ്സുള്ള അയാഷ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ പിതാവ് അബ്ദുൾ ലത്തീഫും അതുപോലെ തന്നെ അബ്ദുൾ ലത്തീഫ് മലപ്പുറം തൃപ്പനച്ചി കിഴിശ്ശേരി സ്വദേശിയാണ്. ഇവരുടെ അമ്മ വടകര കുന്നുമക്കര സ്വദേശിയാണ് റുക്സാന. ഇവർ രണ്ടുപേരും ഗുരുതരാവസ്ഥയിൽ അബുദാബിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ ഇവരുടെ 2 മക്കളും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് നിലവിൽ അറിയിക്കുന്നത്. ഇതിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ അബുദാബിയിലെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. UAE തന്നെ ഖബറടക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്നാണ് ബന്ധുക്കൾ നിലവിൽ അറിയിക്കുന്നത്. ശരി, അക്ഷയ് പേരാവൂറാണ് വിവരങ്ങൾ നൽകുന്നത്. അക്ഷയ്, ഇവരുടെ മാതാപിതാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണല്ലോ മറ്റൊരു വിവരം. അവരുടെ അവസ്ഥ ഇപ്പോഴെങ്ങനെയുണ്ട് അക്ഷയ്? ഇതിൽ മാതാപിതാക്കൾ 2 പേരും ഗുരുതരാവസ്ഥയിൽ അതിതീവ്ര വിഭാഗത്തിൽ അബുദാബിയിലെ ഷക്ബൂത്ത് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ ഇവരുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. അതുപോലെ തന്നെ ഇവരുടെ 2 മക്കളും കൂടി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നുള്ളൊരു വിവരവുമാണ് നമുക്ക് ലഭിക്കുന്നത്. അബുദാബിയിലെ വാഹനാപകടത്തിലാണ് 4 മലയാളികൾ മരണപ്പെട്ടിരിക്കുന്ന എന്നുള്ള ദുഃഖകരമായ വാർത്ത ഇപ്പോൾ വരുന്നത്. 3 പേർ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളാണ്. 3 പേരും കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ആയി മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇവരുടെ മാതാപിതാക്കൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ അവസ്ഥയും ഗുരുതരമാണ് എന്നാണ് അക്ഷയ് അവിടെ നിന്ന് പറയുന്നത്. ഇന്നലെയാണ് ഇത്തരത്തിൽ വാഹനാപകടം അബുദാബിയിൽ നടന്നത്. അക്ഷയ്, ഈ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇവരുടെ മൃതദേഹം ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഇവരുടെ മറ്റു ബന്ധുക്കൾ അവിടെ തന്നെ ഉള്ളവരാണോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവരുടെ മൃതദേഹം നിലവിൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവരുടെ മൃതദേഹങ്ങൾ നിലവിൽ UAE തന്നെ ഖബറടക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് കൂടുതൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. കാരണം മറ്റ് അടുത്ത ബന്ധുക്കളെ നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ. നിലവിൽ ഈ മരിച്ചിട്ടുള്ളത് അബ്ദുൾ ലത്തീഫിന്റെ കുടുംബം മലപ്പുറം തൃപ്പനച്ചി കീഴശ്ശേരി സ്വദേശികളാണ്. അതുപോലെ തന്നെ ഭാര്യ വടകര കുന്നുമക്കര സ്വദേശിയാണ്. ഇവരുടെ അതുപോലെ തന്നെ വീട്ടുജോലിക്കാരി മലപ്പുറം ചമ്പ്രവട്ട സ്വദേശിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ പരമാവധി വിവരങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, തീർച്ചയായിട്ടും കൃത്യമായ വിവരങ്ങൾ അവിടെ നിന്നും ലഭിക്കുന്നതേ ഉള്ളൂ. 3 കുട്ടികൾ, ഒരു കുടുംബത്തിലെ 3 കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വേദനകരമായ വാർത്തയാണ് ഇപ്പോൾ അബുദാബിയിൽ നിന്നും അക്ഷയ് പേരാവൂർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അബുദാബിയിലെ വാഹനാപകടത്തിലാണ് 4 മലയാളികൾ മരിച്ചത്. മലയാളി കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം, അതിൽ ഒരു കുടുംബത്തിലെ 3 കുട്ടികളും അവരെ പരിചരിക്കാൻ വന്ന ആയയുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. മലപ്പുറം തിരൂർ തൃപ്പനച്ചി കീഴശ്ശേരി സ്വദേശി അബ്ദുൾ ലത്തീഫിന്റെ ഭാര്യ വടകര കുന്നമക്കര സ്വദേശി റുക്സാനയുടെ മക്കളായ അഷസ്, അമ്മാർ, ആയിഷ് എന്നിവരും ഇവരുടെ വീട്ടുജോലിക്കാരിയായ മലപ്പുറം ചമ്പ്രവട്ടം സ്വദേശി മുഷ്റയുമാണ് മരിച്ചത്. ഇവരുടെ മാതാപിതാക്കൾക്ക്, ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അതീവ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ ആശുപത്രിയിലാണ് ഉള്ളത്.